സമകാലീന സംഭവങ്ങളിലെ പൊള്ളുന്ന നഗ്ന യാഥാർത്ഥ്യങ്ങൾ നർമ്മത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള ആക്ഷേപഹാസ്യത്തിലൂടെ അനേകം വേദികളിലും ദൂരദർശനിലൂടെയും അവതരിപ്പിച്ച് നമുക്കേവർക്കും സുപരിചിതരും പ്രിയപ്പെട്ടവരുമായി മാറിയ ശ്രീ നാദിർ ഷാ ആൻഡ് പാർട്ടി ഇന്നിവിടെ നമുക്ക് വേണ്ടി കലാവിരുന്നൊരുക്കുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ചിന്തയുടെയും ഹാസ്യത്തിൻ്റെയും ഗാനമാധുര്യത്തിൻ്റെയും മാസ്മര ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാനായി ശ്രീ നാദിർ ഷാ ആൻഡ് പാർട്ടിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നിങ്ങൾ ഓരോരുത്തർക്കും നാദിർ ഷയും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഷോയിലേക്ക് സ്നേഹോത്പളമായ സ്വാഗതം. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം പറയുന്നത് ചാക്യാര സംസ്കൃതാധ്യാപകരോട് ചൊല്ലും. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വായെ തോന്നിയത് കോതയ്ക്ക് പാട്ടം കളിക്ക് രണ്ടു വാക്ക് അവിടെ പറഞ്ഞു എന്നല്ലാതെ ഏതായാലും നമ്മളിവിടെ ജക്കാർത്തയിൽ വന്നു ഇങ്ങനെ ചാക്യാർ രണ്ടാണ്ടിരിക്കണം കുട്ടി കുറങ്ങവിടെ ഇത്രയും കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഒരു കുട്ടി കുറങ്ങൻ ഇങ്ങനെ കിടന്ന് കുഴപ്പമില്ലാത്ത ആളൊരു വിദ്വാനാണ്. ഞാൻ ചിരിക്കണത്. ചിരിക്കുക എന്നുള്ളത് ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ചാക്യാർ കാണുന്നത്. കാരണം ചിരിക്കാനൊരു മനസ്സിന്റെ എടുത്തോളൂ. വെറുതെ ക്യാമറ വെച്ച് നിന്നിട്ടെന്താ കാര്യം? എടുത്തോളൂ. മലയാളം അറിഞ്ഞിട്ട് നെല്ലി കുന്നില്ലേണ്ടായി ചിരിക്കേണ്ട എന്തായിരുന്നു? ഇതൊന്നും അറിയണമെന്നില്ല. കാര്യങ്ങളുടെ ഇംഗിതം എന്താണെന്ന് ചാക്യാര എന്താ പറഞ്ഞെന്നുള്ള കാര്യം വിദ്വാൻ മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ എടുത്തോളും എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്വാൻ ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ലോകത്ത് എവിടെയെല്ലാം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വരിക നടത്തിക്കണ വിദ്വാൻ ഇങ്ങോട്ട് പോകണു. ഇവിടെ വരൂ. ഇവിടെ തന്നെ എന്ത് വരൂ. വന്ന വരവേണ്ട കോൺഗ്രസിലേക്ക് മുറിഞ്ഞ വന്നായിരുന്നു. തിരിച്ചുണ്ടായിരുന്നു. എന്ത് പറ്റി തലയിലൊക്കെ? കടൂർ ഗോപാലകൃഷ്ണന്റെ പടത്തിന് സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന കാര്യമുള്ള അങ്ങനെ ഒറ്റ ഏതായാലും ഇവിടെ വന്നത് നന്നായി. മലപ്പുറത്താണെങ്കിൽ ഇതുപോലത്തെ നിലാവട്ടത്തിൽ ഇങ്ങനെ സാധനം ലേറ്റ് അടിച്ചേക്കാൻ നിലാവ് കണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ പെരുന്നാൾ ആഘോഷിക്കണം. അപ്പൊ എന്താ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ചാക്യാർ വിചാരിച്ച പോലെ എന്നല്ല. കാരണം നമ്മുടെ ഈ കേരള സമാജം ഇന്തോനേഷ്യയിൽ ഇങ്ങനെ വന്നിങ്ങനെ ആളുകളൊക്കെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഇവിടെ വന്നിങ്ങനെ ഒരു കൂത്തൊക്കെ നടത്തണം എന്ന് നമ്മുടെ പ്രകാശാദികൾ വിദ്വാൻ ചാക്യാരെ വിളിച്ചു. ഇങ്ങനെ പ്രകാശാദികൾ ചാക്യാരെ വന്നിട്ട് ഇങ്ങനെ രണ്ട് വർത്താനൊക്കെ ഒന്ന് പറഞ്ഞു ഇവിടെ ഒരു കൂത്തൊക്കെ നടത്തണം. അങ്ങനെ നേരെ വളയിൽ നിന്ന് നേരെ ഇങ്ങനെ ബസ് കയറി നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്തിന്റെ മത്തിനകത്തൊരു ശംഖ ഉണ്ടാവും. എന്താ ശംഖ? എന്താ ഈ ചാക്യാർക്ക് ഇങ്ങനെ അടയാഭരണങ്ങളൊന്നും ഇല്ലാത്ത കിരീടമില്ലാത്ത എന്താ കാരണം? ഇതെല്ലാം കൊണ്ടുവന്നതാ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നപ്പോൾ അവിടെ ചെക്കിംഗ് എന്ന് പറഞ്ഞ ആളുകൾ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയാൽ മതി. ചാക്യാരുടെ സ്വന്തമാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. അനന്തപത്മനാഭന്റെ അറ തുറന്നിട്ടുണ്ടായ സ്വർണ്ണത്തിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞിട്ട് മുഴുവൻ എടുത്തുകൊണ്ടുപോയാൽ മതി. ഇപ്പൊ മലേഷ്യയിൽ വന്നിറങ്ങിയിട്ട് അവർ എടുത്തുകൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല. ചാക്യാർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അവർക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അറിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടാത്രപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തത്. ഇതെന്താ നടുക്ക് കൈ കൊടുത്തിരിക്കണത്? പ്രസവം കഴിഞ്ഞ വണ്ണങ്ങളെ പോലെ അത്ര ക്ഷീണമുണ്ടോ? ക്ഷീണമുണ്ടെങ്കിൽ എന്താ നേരം കിട്ടിയത്? സല്ലാപം സിനിമയിൽ ഒടുവിലിന് ശേഷം വന്നാരി എല്ലാം ഞാനാണ് നടത്തണം. അതിന് വേണ്ടിയിട്ട് അതാരാ ബാക്കില്? ശോഭനാഥോർഗ ആ സിനിമാലക്കാരും കൂടെ വന്നിട്ടുണ്ട്. പറ്റാണെങ്കിൽ അദ്ദേഹത്തെ ശോഭനാ ജോർജിന്റെ ഡൂപ്പായിട്ട് അവതരിപ്പിക്കാൻ കൊണ്ടുപോകണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു രൂപം ശോഭനാ ജോർജിനൊപ്പം ഞാൻ കണ്ടല്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നു ആളുകളൊക്കെ കണ്ടു. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓണത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഇവിടെ ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുണ്ട്. എന്നാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓണത്തിനുള്ള ഈ തിക്കും തിരക്കിനിടയിൽ ആളുകളെ എന്ത് മുട്ടയത്? ഇതുപോലൊരു മുട്ടത്തല ഞാൻ ലോകത്തോടെ അത്യാവശ്യം പത്തൊക്കെ ഉണ്ടെന്നാണ് ആൾക്കാർ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഇരിക്കണം ഇരിപ്പുണ്ടാക്കി എന്നേല് പാലയും കാഞ്ഞിരപ്പള്ളിയും തമ്മിൽ കള്ളുഷാപ്പ് നേരം വിളിച്ചിട്ട് കിട്ടിയ ആളെ പോലെ എന്താ ഇരിപ്പിന്റെ ഒരു സുഖം.
അവിടെ ഒച്ച ഉണ്ടാക്കണത്? കൂവി തന്നെയല്ലേ? പറയാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശങ്കതൗമ്യതസ്യ എന്തെങ്കിലും സംഖ്യയൊക്കെ ഉണ്ടാവും. പോയി കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇവിടെ വന്നു ആളുകളെ കണ്ടപ്പോൾ ചാക്യാരുടെ മനസ്സ് നിറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലപ്പറമ്പുകളിലൊക്കെ ഇങ്ങനെ കൂത്ത് നടത്താൻ പോകുന്ന സമയത്താണ് സാധാരണ ഇത്തരത്തിലുള്ള ആളുകളെ കാണാറില്ല. കാരണം വെച്ചാൽ TV എന്ന് പറയുന്ന ഒരു മാധ്യമം അങ്ങോട്ട് കാല് മര്യാദയ്ക്ക് വെച്ചോളൂ. ഇവിടെ മുന്നിലിരിക്കുന്ന ഉത്ഥാനോടാണ് പറഞ്ഞത്. ഈ മുണ്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാല് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അനുഭവിക്കുന്നത് ചാക്യാർ ഒറ്റയ്ക്കാണ്. എൻ്റെ എൻ്റെ ഭാര്യ 2 കുട്ടികളൊക്കെ ഉണ്ടാക്കി തിരിച്ചു ചെല്ലാന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അതാരാ ഒരു കോലുമ്പ വെള്ളത്തുള്ളി ചീറ്റി വന്നേക്കണേ. ഓ ഭാര്യനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊണ ഇത്ര ആളുകളൊക്കെ കൊണ്ടുപോയിട്ട് യുദ്ധം അങ്ങോട്ട് തിരിഞ്ഞ് നടന്നു പോയാണ്ടില്ലേ. മുഖം തന്നെ കാണാൻ അത്ര വൃത്തിയില്ല. പിന്നെ വ്യത്യാസം ഇത്രയും നല്ല കൂട്ടൊക്കെ നടത്തുമ്പോൾ ഒരു യുദ്ധം ഇങ്ങനെ എന്താ അതിൻ്റെ ആവശ്യം? അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ വിശേഷങ്ങളുടെ എല്ലാം പെരുമഴയായിട്ട് ഇവിടെ നമ്മുടെ സിനിമാ താരങ്ങളുടെ കോമഡി പരിപാടികളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ പുണ്യമായി മാറിയിട്ടുള്ള ഇപ്പോൾ ചാക്യാർക്കൊക്കെ വളരെ ഇപ്പോൾ ചാക്യാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇതുണ്ട്. ഇവിടെ രാജാവിനെ പോലും കളിയാക്കാൻ അധികാരമുള്ള ഒരു കലാരൂപമായിരുന്നു ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ രാജാവിനെ പോലും രാജാവ് എന്ത് കൊണ്ടാത്രം കാണിച്ചാലും അതിനെ മുഖത്ത് നോക്കി കളിയാക്കാൻ കഴിവുള്ള ആളാണ് ചാക്യാർ. പക്ഷെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ തന്നെ കഞ്ഞി കിട്ടാത്തൊരു കാലഘട്ടമായതുകൊണ്ട് വലിയ കളിയാക്കലൊന്നും ചാക്യാർ നിൽക്കാറില്ല. പക്ഷേ ചാക്യാർ കൂത്തിൻ്റെ പുതിയൊരു വിഭാവനമായിട്ടുള്ള അല്ലെങ്കിൽ ചാക്യാർ കൂത്തിൻ്റെ പുതിയൊരു സംവിധാനമായിട്ട് ഇപ്പോൾ ലോകമുള്ള മലയാളികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു കലാരൂപമാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ മ്യൂസിക് അല്ലെങ്കിൽ കോമഡി പരിപാടികളൊക്കെ. ഈ കോമഡി പരിപാടികളിലെല്ലാം തന്നെ ആളുകളെ മലയാളത്തിൻ്റെ മഹാസദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്ത് ആനയിച്ചു കൊണ്ടുവന്ന മഹാരാജനായ ഒരു കലാകാരൻ. ഇപ്പോൾ മിമിക്രിയെ നമുക്ക് ഒരാൾ ആദ്യമൊക്കെ ഹൈ മിമിക്രിയ എന്താ എന്തിനാ വിദ്വാൻ വിളിച്ചിക്കണേ? കിട്ടിയാ? സന്തോഷമായി. അപ്പോൾ മിമിക്രിയെ പറ്റി ആ കുട്ടിയാരുടെ കൈപ്പിടിച്ചോളൂ. കോൺഗ്രസ് വിട്ട മുരളീധരനും കൈവിട്ട കുട്ടിയുടെ ജീവന വല്ലാത്ത ബുദ്ധിമുട്ട്. അഥവാ തിരിച്ചു കിട്ടിയാൽ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. മനസ്സിലായോ? അടുത്ത വെച്ചോ. പൊക്കി പിടിക്കൂ. ഹായ്. ഇന്ത്യയുടെയും പാകിസ്ഥാനിലെയും ക്രിക്കറ്റുകളിൽ ഏറ്റവും നല്ല കളിക്കാരനുള്ള മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ പോലെ അവൻ്റെ കൊച്ചിനെ എടുക്കണേ നമ്മൾ. കുട്ടി കുറഞ്ഞ കുഴിക്കാട്ടാളാ പറഞ്ഞിട്ട് അതിൻ്റെ പോണതായിരിക്കും. വിവരമുണ്ടായി അതെവിടെ സ്ഥലം കൊടുത്ത് കാണിച്ചു കൊടുത്തേ കിട്ടോ. അവനറിയാം സാധാരണ പോണതാ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് കിടക്കാം. നമ്മുടെ മിമിക്രി എന്ന് പറയുന്നതിന് സാധാരണ ആളുകൾ കളിയാക്കി പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് തന്നെ ഓസ്കാർ എന്ന് പറയുന്ന ആ ഏറ്റവും പരമോന്നതമായ സംവിധാനത്തിലേക്ക് ഒരു മലയാള സിനിമയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞത് മിമിക്രിക്കാരനാണ്. മലയാളത്തിൻ്റെ നടന്മാരിൽ പ്രധാനപ്പെട്ട പത്മശ്രീ ലഭിച്ചത് ഒരു മിമിക്രിക്കാരനാണ്. ഇത്തരത്തിലുള്ള ഇതൊക്കെ പറയുമ്പോൾ കൈയടിച്ച് എന്താ കുഴപ്പം? അതോ കയ്യിൽ വന്ന തിരുവ സാധനം വല്ല മറ്റുണ്ടോ? ഒന്നുമില്ലല്ലേ. അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് മലയാള സിനിമയും മലയാളത്തെയും ലോകത്തെമ്പാടും എത്തിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഏറ്റവും കൊള്ളിരാത്മകരെ ഏറ്റവും നന്നായിട്ട് പ്രതികരിച്ചുള്ളതൊക്കെ മിമിക്രിക്കാരാണ്. ഇത്തരത്തിലുള്ള മിമിക്രിക്കാരെ എല്ലാം നമ്മുടെ മലയാള മനസ്സിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന മഹാരാജനായ ഒരു കലാകാരനെയാണ് നിങ്ങൾക്കിന്ന് ഇവിടെ ഞങ്ങളുടെ സാരഥിയായി കൊണ്ടുവരാൻ സാധിച്ചത്. ആ മഹാനായ കലാകാരൻ വേറെ നിർവചനങ്ങളൊന്നും വേണ്ട, അദ്ദേഹത്തെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റാരുമല്ല, ശ്രീ നാദിർഷയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.